അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖീദ, 4ാം പാഠം അൽ കറാമത്തു. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പാഠഭാഗം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളും കൂടി മനസ്സിലാക്കാം. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ. മഹാത്മാക്കൾക്ക് ഔലിയ എന്ന് നാം പറയുന്നു. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. അള്ളാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് യൂനുസിലെ 62ാമത്തെ ആയത്താണ്. അറിയണേ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് പേടിയോ ദുഃഖമോ ഉണ്ടാകുന്നതല്ല. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ അവമതിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറായി നിയമിച്ചു. ഭരണം മംഗളമായി മുമ്പോട്ട് പോകുന്നു. അതിനിടെ അവിടുത്തെ ജനങ്ങൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു, നൈൽ നദിക്കൊരു പതിവുണ്ട്. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിലിടണം. എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. ജനങ്ങൾ ഭയപ്പെട്ടു. ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തയക്കുകയും അത് നൈൽ നദിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ കത്ത് നൈൽ നദിയിൽ ഇട്ട ഉടനെ നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്തിൽ വാചകം ഇപ്രകാരമായിരുന്നു, മിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഇലാ നീലി മിസ്റ അമ്മാ ബഅദ് ഫഇൻ കുൻതി തജ്രി മിൻ ഖിബലിക ഫലാ തജ്രി വഇൻ കാന അല്ലാഹു യുജ്രിക ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജ്രിയക. നൈൽ നദി, നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹുവാണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായിരുന്നു. ജീവിതകാലത്തന്നെ പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. പാഠഭാഗത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1, കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ചോദ്യം 2, ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? ഉത്തരം, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം 3, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു ആരെ? ഉത്തരം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. ചോദ്യം 4, ആരാകുന്നു ഔലിയാക്കൾ? ഉത്തരം, അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ചോദ്യം 5, നൈലിൽ ഇടാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത്? ഉത്തരം, മിൻ അബ്ദുല്ലാഹി
عمر بن الخطاب أمير المؤمنين إلى نيل مصر أما بعد فإن كنت تجري من قبلك فلا تجري وإن كان الله يجريك فأسأل الواحد القهار أن يجريك. നൈൽ നദി, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹുവാണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സാരം പറയുക അഥവാ അർത്ഥം പറയുക. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണേ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് പേടിയോ ദുഃഖമോ ഉണ്ടാകുന്നതല്ല. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കഥ അവതരിപ്പിച്ചു മത്സരം നടത്തുക. 1. നൈൽ നദിയും ഉമർ റളിയല്ലാഹുവിൻ്റെ കറാമത്തും. ഇവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ കറാമത്തായി പറഞ്ഞ കത്തെഴുതിയ രൂപവും ആ കത്തിൽ പറഞ്ഞ വാക്കുകളും ഒരു കഥാരൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ കഥാരൂപത്തിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മത്സര രീതിയിലേക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തേത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും. പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക് മുഅ്ജിസത്ത് എന്നും ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക് കറാമത്ത് എന്നും പറയുന്നു. ഇവ അള്ളാഹു നൽകുന്ന കഴിവുകളാണ്. അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവും കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഔലിയാക്കളിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും വ്യക്തമായതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം അനുഭവം അയവിറക്കുക. 1. മഹാത്മാക്കളുടെ കറാമത്തായി സംഭവിച്ച കാര്യങ്ങൾ. മഹാത്മാക്കൾക്ക് ഒരുപാട് കറാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ വന്ന അത്ഭുത വിഷയങ്ങളൊക്കെ അത് കറാമത്തായിട്ട് പരിഗണിക്കാം. ആ കറാമത്തുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒരു പാഠമായി ഉൾക്കൊള്ളുകയും ചെയ്യുക. 2. മുതിർന്നവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഔലിയാക്കളുടെ കറാമത്തുകൾ. നമുക്കൊരുപാട് ഔലിയാക്കളെക്കുറിച്ച് കേൾക്കാറുണ്ട്. ആ ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട അത്ഭുത സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഔലിയാക്കളുടെ കറാമത്തുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും വേണം. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.